ഹലോ, വെൽക്കം ബാക്ക് ടു PSC കോഴ്സ് ആൻഡ് ടിപ്സ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ 9ാമത്തെ റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുവരെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ന് നവോത്ഥാന നായകന്മാർ എന്ന് പറഞ്ഞ ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, എത്ര പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവാറുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം? വെങ്ങാനൂർ, ചെമ്പഴന്തി, ചെറായി, കണ്ണമ്മൂല. ആൻസർ കണ്ണമ്മൂല. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക. ചട്ടമ്പി ആണല്ലോ, ചട്ടമ്പികൾ വരുമ്പോൾ എല്ലാ മൂലയിലേക്കൊക്കെ നോക്കിയിട്ടാണ് വരിക, ആരോ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ചട്ടമ്പിയുടെ ജന്മസ്ഥലം കണ്ണമ്മൂല. നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകൻ? വിഷ്ണുദത്തൻ നമ്പൂതിരി, VT ഭട്ടതിരിപ്പാട്, VTM തുപ്പൻ, MP ഭട്ടതിരിപ്പാട്. ആൻസർ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. യാചനയാത്രക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മവർഷം? 1861, 1862, 1863, 1864. ആൻസർ 1863. 1863 ജനിച്ച മറ്റ് നവോത്ഥാന നായകന്മാരാണ് അയ്യങ്കാളി, സ്വാമി വിവേകാനന്ദനും. അപ്പോൾ നമുക്കിതെങ്ങനെ കോഡിലൂടെ കണക്ട് ചെയ്യാൻ നോക്കാം. 1863 ജനിച്ചവരാണ് പറയുന്നത്. അയ്യോ വിവേകെ പല്ലു തേച്ചില്ലേ എന്ന് ഓർത്താൽ മതി. അയ്യോ അയ്യങ്കാളി, വിവേകെ സ്വാമി വിവേകാനന്ദൻ, പല്ല് തേച്ചില്ലേ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മസ്ഥലം ഓർക്കാൻ പൽപ്പൊടി പാട്ടയിലാണെന്ന് ഓർക്കുക. പേട്ടയിലാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മസ്ഥലം. തിരുവനന്തപുരം പേട്ടയിലാണ് ജന്മസ്ഥലം. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? KM പണിക്കർ, VP മേനോൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്. ആൻസർ മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? ശ്രീനാരായണ ഗുരു, K കേളപ്പൻ, അയ്യങ്കാളി, TK മാധവൻ. ആൻസർ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907 ആണ്. ഇത് നമുക്കൊരു കോഡിലൂടെ കണക്ട് ചെയ്യാം. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി നോർക്കുക. 1907, 1908, 1909. സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നമ്മൾ 3 ഇവിടെ പഠിക്കുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി, യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. ഇപ്പോൾ 3 ഇവിടെ നമ്മൾ വർഷം ഒരുമിച്ച് പഠിക്കുകയാണ്. 1907, 1908, 1909. മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ. ആൻസർ സഹോദരൻ അയ്യപ്പൻ. ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. മിസ് ചെയ്യുക, അതായത് മിശ്ര എന്നുള്ളത് മിസ് ചെയ്യുക എന്ന് ഓർക്കുക. സഹോദരനെ മിസ് ചെയ്യുക, ബ്രോയെ മിസ് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമി, തൈക്കാട് അയ്യ. ആൻസർ ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യയും കയ്യിലുള്ള ചട്ടമ്പിയാണെന്ന് ഓർക്കുക. ചട്ടമ്പികളുടെ കയ്യിലാണ് സർവ്വവിദ്യ ഉണ്ടാവുക, അങ്ങനെ ഓർത്ത് വെക്കുക. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ഓമന പേര് കുഞ്ഞൻപിള്ള. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ചെറിയ കുട്ടികളൊക്കെ കണ്ടില്ലേ, കുറച്ച് മീശയൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ അയ്യോ ചട്ടമ്പി എന്ന് പറഞ്ഞ് കരയും. അപ്പോൾ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും, അയ്യോ ചട്ടമ്പി അല്ല കുഞ്ഞാന്ന്. അയ്യോ എന്നുള്ളത് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. കുഞ്ഞൻപിള്ള ഓമന പേരാണ്. ചട്ടമ്പി സ്വാമികളുടെ ഓമന പേരാണ് കുഞ്ഞൻപിള്ള. കണക്ഷൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനുമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ. ആൻസർ ശ്രീനാരായണ ഗുരു. യുക്തിവാദി എന്നറിയപ്പെടുന്നത് ആരെ? MC ജോസഫ്,
കൂറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്, പി കെ ചാത്തൻ മാസ്റ്റർ, കെ പി കേശവൻ. ആൻസർ MC ജോസഫ്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി, കുറുമ്പൻ ദേവത്താൻ, പണ്ഡിറ്റ് കറുപ്പൻ, പി കെ ചാത്തൻ. ആൻസർ പി കെ ചാത്തൻ. പുലയ മഹാസഭ എന്ന് കണ്ടപ്പം തന്നെ പലരും അയ്യങ്കാളിയിലേക്ക് ആൻസർ പോയിട്ടുണ്ടാവും. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തനാണ്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദേവത്താൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇത്രയും പുലയ മഹാസഭകളുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ അത് പഠിക്കുകയാണ്. പുലയ മഹാസഭ അയ്യങ്കാളി, പുലയ അയ്യ എന്നോർക്ക്. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദേവത്താൻ, ഹിന്ദുക്കളുടെയാണല്ലോ ദൈവം, അപ്പം ഹിന്ദു ദേവത്താൻ. അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭയാണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. കൊച്ചാക്കുക, കറുപ്പായതുകൊണ്ട് കൊച്ചാക്കുക എന്ന് ഓർക്കുക. ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ആഗമാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ. ആൻസർ ആഗമാനന്ദൻ. കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദനാണ്. എന്നാൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കാലടി വെച്ച് ആഗമിക്കുക എന്നോർത്താൽ മതി. ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ആഗമിക്കുമ്പോൾ ചവറ് മണം, അതുകൊണ്ട് നമ്പ്യാതിരി വെച്ച് ആഗമിക്കുക എന്നോർക്കുക. നമ്പ്യാതിരി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നറിയാം, പക്ഷെ അവിടെ നമ്മൾ ചെറിയൊരു കണക്ഷൻ കൊടുത്തതാണ്. ചന്ദനത്തിരി എന്നൊക്കെ പറയും പോലെ നമ്പ്യാതിരി എന്നൊരു ചെറിയ കണക്ഷൻ കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ചെറിയ കണക്ഷൻ ആണെങ്കിലും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് പി കെ ചാത്തൻ മാസ്റ്റർ, അർണോസ് പാതിരി, മാമ്പുറം തങ്ങൾ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. സാഹിബ് എന്നുള്ളതും സുഭാഷ് എന്നുള്ളതും ഏകദേശം ഒരേപോലെ വരുന്നതാണ്. അവിടെ കണക്ഷൻ കൊടുക്കുക. സാഹിബ്, സുഭാഷ്. സമത്വ സമാജം സ്ഥാപിച്ചത് തൈക്കാട് അയ്യ, വൈകുണ്ഠസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ. ആൻസർ വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, പ്രീതി ഭോജനം, ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും തെറ്റിപ്പോവാതെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. പന്തി ഭോജനം തൈക്കാട് അയ്യ, പന്തി തൈ നോർക്കുക. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, സമയം വൈകി അല്ലെങ്കിൽ വൈ സമം നോർക്കുക. രണ്ട് രീതിയിൽ ഓർത്ത് വെക്കുക. വൈ സമം അല്ലെങ്കിൽ സമയം വൈകി. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, മിസ് ചെയ്യുന്നു ബ്രോ എന്നോർക്കുക. സഹോദരനെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ, വാക്ക് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തരെയും പ്രീതിപ്പെടുത്താൻ കഴിയുക. വാക്കുകൊണ്ട് പ്രീതിപ്പെടുത്തുക. ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് തൈക്കാട് അയ്യ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ. ആൻസർ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി തെറി പറയുന്നത് ആദിഭാഷയിലാണെന്ന് ഓർക്കുക. മുന്തിരിക്കിണർ, മണിക്കിണർ എന്നിവ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി. ആൻസർ വൈകുണ്ഠസ്വാമികൾ. സ്വാമി മുന്തിരി പറിക്കാൻ കിണറിലെ കുണ്ടിലിറങ്ങി നോർത്താൽ മതി. കിണറിൽ ചെറിയൊരു കുണ്ടുണ്ട്, അതിലാണ് മുന്തിരി കരുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, കെ രാമകൃഷ്ണപിള്ള, KP കേശവമേനോൻ. ആൻസർ CP ഗോവിന്ദപിള്ള. ഇത് എല്ലാവർക്കും അറിയാതെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ പോകുന്നതാണ് കെ രാമകൃഷ്ണപിള്ള. കാരണം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാണ് പറയാറ് തന്നെ. സ്വദേശാഭിമാനിയുടെ രണ്ടാമത്തെ പത്രാധിപരാണ് കെ രാമകൃഷ്ണപിള്ള. ആദ്യത്തത് CP ഗോവിന്ദപിള്ളയാണ്, രണ്ടാമത്തതാണ് കെ രാമകൃഷ്ണപിള്ള. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, EMS, TK മാധവൻ, ഡോക്ടർ പൽപ്പോ. ആൻസർ
EMS. ആത്മകഥ എന്ന പേരിൽ ആത്മകഥയുള്ളവരാണ് EMS, KR ഗൗരിയമ്മ, അന്ന ചാണ്ടി, സർദാർ KM പണിക്കർ, ജവഹർലാൽ നെഹ്റു. ഇത്രയും പേരെ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ്. കുടിപ്പള്ളിക്കുടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറ കുര്യാക്കോസ്, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, പണ്ഡിറ്റ് കറുപ്പൻ. ആൻസർ അയ്യങ്കാളി. പള്ളിക്കുടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറ കുര്യാക്കോസ് ആണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ, ഉണ്ണി നമ്പൂതിരി. ആൻസർ വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക മുസ്ലിം, റഫീഖുൽ ഇസ്ലാം, അൽ ഇസ്ലാം, അൽ ഹിലാൽ. ആൻസർ അൽ ഇസ്ലാം. 1918 അൽ ഇസ്ലാം അറബി മലയാളത്തിലെ മാസികയായിട്ട് ആരംഭിച്ചത്. ഈ ഇയറും ചോദിക്കാറുണ്ട്. 1918. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. ഇതൊരു SCRT ഫാക്റ്റ് ആണ്. വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MC ജോസഫ്, മുർക്കോത്ത് കുമാരൻ, എബ്രഹാം മാൽപ്പൻ, C കൃഷ്ണൻ. ആൻസർ മുർക്കോത്ത് കുമാരൻ. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. മൂക്കില് വജ്രസൂചി എന്ന് ഓർത്താൽ മതി. നമ്മൾ മൂക്കിലൊക്കെ മൂക്കുത്തിയൊക്കെ ഇടല്ലേ, അതിന് പകരം മൂക്കിൽ വജ്രസൂചിയാണ് എന്ന് ഓർക്കുക. വജ്രസൂചി, മുർക്കോത്ത് കുമാരൻ. മിതവാദി എന്നറിയപ്പെടുന്നത് MC ജോസഫ്, മുർക്കോത്ത് കുമാരൻ, എബ്രഹാം മാൽപ്പൻ, C കൃഷ്ണൻ. ആൻസർ C കൃഷ്ണൻ. യുക്തിവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് MC ജോസഫ് ആണ്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് എബ്രഹാം മാൽപ്പൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത്. ഇതിന്റെ ഓപ്ഷൻസ് പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഓപ്ഷൻസ്: ഗാന്ധിജി, K കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, TR കൃഷ്ണസ്വാമി അയ്യർ. ആൻസർ TR കൃഷ്ണസ്വാമി അയ്യരാണ്. നമുക്കറിയാം, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ UPSCക്ക് പോലും ചോദിച്ചതാണ്. ദണ്ഡി കടപ്പുറത്ത് നേതൃത്വം നൽകിയത് ഗാന്ധിജി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനാണ് നേതൃത്വം നൽകിയത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പറയാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാ ടോപ്പിക്കും ഇതുപോലെ കണക്ഷൻ വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഞാൻ എടുത്ത എഫേർട്ട് ഇത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.